ഇതാ നമ്മുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖത്തറിൻ്റെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഓർമ്മകളും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എപ്പോഴും നമ്മുടെ വീഡിയോകളിലൊന്നും ഞാൻ കാണിക്കാത്തൊരു സംഗതി ആയിരുന്നു ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് ഇങ്ങനൊരു ക്യൂ സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന പോലെ ഇങ്ങനെ ഒറ്റ വരിയിലല്ല, അതിനെ ഒരു 6-8 വരിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് അവിടെ ക്യൂ സിസ്റ്റം വെച്ചിട്ടാണ് നമുക്കുള്ളിൽ കുറേ പ്രൊസീജിയർ, സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറ്റുള്ളൂ. ഇത് മോഡലാണ്, വേൾഡ് കപ്പിൻ്റെ മോഡലായിരുന്നു. ഫിഫ ഖത്തർ വേൾഡ് കപ്പിന് ടീമിന് ലഭിക്കുന്ന ലാസ്റ്റ് ട്രോഫീൻ്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചാണ്. എല്ലാവരും കുറേ പേര് അവിടെ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഞാനവിടെ കുറച്ച് പേരെ പരിചയപ്പെട്ടു. ഗാനയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, പിന്നെ ചെക്കോസ്ലോവാക്യ അങ്ങനത്തെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ പാട്ട് പാടിയിട്ട് അവർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ വ്യത്യസ്ത ടീമിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് ഇടയിൽ ഈ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവർ ഇതുപോലെ ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഈ വലിയ കാലുകളായി നിൽക്കുന്ന ഒരാൾ വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഖത്തറിൻ്റെ ഇതൊക്കെ നല്ല രസത്തിൽ നിൽക്കുന്നത് രണ്ടുപേരുണ്ടായിരുന്നു. പിന്നെ വളണ്ടിയർമാരൊക്കെ ഫുള്ള് നമുക്കറിയുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള അവരുടെ കൈകളിലൊക്കെ ഉണ്ടാവും ഒരു കൈയിൻ്റെ ചിഹ്നം വെച്ചിട്ടുള്ള, അത് പെട്ടെന്ന് അകലെന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ അവർ കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞാനവിടെ ഒക്കെ പോയി പരമാവധി വീഡിയോ ഇതുപോലെ, എൻ്റെ കയ്യിൽ സ്റ്റെബിലൈസേഷൻ ഉള്ള മൊബൈൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള സ്റ്റെബിലൈസേഷനൊക്കെ വെച്ച് പരമാവധി എടുക്കുക. കാരണം ഭാവിയിൽ ഇനി രണ്ടാമത് ഒരു വട്ടം ഖത്തറിലേക്ക് പോവുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമായതുകൊണ്ട് പരമാവധി അവിടെ തന്നെ ഉള്ളപ്പോൾ തന്നെ പരമാവധി വീഡിയോ ഒക്കെ എടുത്ത് ഒരുപാട് ആളുകളാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ, അതും ഇവർ പേര് മാത്രമല്ല, ഇവിടെ സെറ്റാവുകയും അവരുടേതായ നാട്ടിലത്തെ പല ആചാരങ്ങളും അതുപോലെ പല വേഷവിധാനങ്ങളൊക്കെ ഇവിടെ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ നാട്ടിലെ ആളുകൾ തന്നെ ഉണ്ട്, വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതെല്ലാം അവതരിപ്പിക്കുന്നത് കാണാൻ പറ്റും. അവരുടെ പാട്ടും അവരുടെ പരിപാടികളൊക്കെ കാണാൻ പറ്റും. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണെന്നുള്ളത് ഒരു സംഗതിയാണ്. എല്ലാവരും കഴിഞ്ഞ് വരുന്ന നമ്മുടെ അടുത്തൊരു മാച്ചിന് വേണ്ടി നമ്മൾ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. വല്ലാത്തൊരു ഇതായിപ്പോയി. എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് ഡയറക്ഷൻ തിരിച്ചങ്ങോട്ട് മാത്രം പോകും. ഇതാകുന്നതാണ് എല്ലാവരും നടന്നു പോവുകയാണ്. വളണ്ടിയേഴ്സ് അടിപൊളിയാണ് കേട്ടോ, അടിപൊളി വളണ്ടിയേഴ്സാണ്. ഇത് നമ്മൾ കോണ്ടം ടവർ എന്ന് പറയുന്ന സംഗതി അവിടെ എല്ലാ ആൾക്കാരും അങ്ങനെ പറയൽ. ഇത് ഖത്തറിലൊരു ടവറാണ്, അങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് നിൽക്കുന്നത്, അങ്ങനെയാണ്. അത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് എടുത്ത് വെച്ചെന്ന് മാത്രം. അപ്പോൾ പിന്നെ അവിടുത്തെ കാർ പാർക്കിംഗ് സിസ്റ്റം നല്ല വെയിലാണ്. കാറൊക്കെ ഭയങ്കര ചൂടാവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ടയർ പെട്ടെന്ന് തേയാനും പൊട്ടാനും സാധ്യത കൂടുതലാണ്. ചൂടിൻ്റെ ആഘാതത്തിൽ പെട്ടെന്ന് തേയാനും സാധ്യത കൂടുതലാണ്. ഇത് അവിടുത്തെ ഒരു ബസ്സിൽ ഞാൻ ജസ്റ്റ് കയറി ഇരുന്ന് പോവുകയാണ്. മൊത്തത്തിൽ അവിടുത്തെ എല്ലാ പോസ്റ്റിലും അതുപോലെ ഏകദേശം എല്ലായിടത്തും ഹയ്യ ഫിഫ അതിൻ്റെ ഒരു അലയൊലി, ഇതിൻ്റെ ഇത് വരുത്താൻ ഖത്തർ ഗവൺമെൻറ് നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. പരമാവധി വിദേശികളെ ആകർഷിക്കാനും അവിടെ നാട്ടിലുള്ളവരെ തന്നെ ഫുട്ബോളിനെ കുറിച്ച് ബോധവൽക്കരിക്കാനും കായികപരമായിട്ടുള്ള ഉന്മേഷത്തെ പ്രോത്സാഹിപ്പിക്കാനും ഖത്തർ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു ലുലു മാളിൽ പോയിട്ട് അതിൻ്റെ ഏറ്റവും താഴെ ആണ് കാർ പാർക്കിങ്ങിനാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഞങ്ങൾ വന്നേന്നുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ കണ്ടമാനം കാറ് കണ്ടപ്പോൾ ഞാൻ അടുത്തതാണ് നമ്മുടെ കാറാണ് അപ്പോൾ നടുവിൽ കിടക്കുന്നത്. പിന്നെ ഫാൻ വില്ലേജിൽ അവിടെ നിന്നാണ് ഫാൻ വില്ലേജിലേക്കൊക്കെ പോയിരുന്നത്. ഒരുപാട് ഫുട്ബോൾ കളിക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇക്കാൻ്റെ മക്കളോടൊപ്പം ഒരുപാട് സമയം നല്ല എൻജോയ് ചെയ്യാനും എനിക്ക് സാധിച്ചിരുന്നു. നല്ല
പുതിയ പുതിയ കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് യാത്രേൻ്റെ വലിയൊരു കാര്യമാണ്. പണ്ടത്തെ ക്യാമറകൾ ഇതൊക്കെ കിട്ടാൻ കൂടി ഉണ്ടെന്ന് അറിയില്ല. ക്യാമറകൾ ഉള്ള ഒരു ഷോപ്പ് കണ്ടിരുന്നു. നല്ല നല്ല വൃത്തി, നമ്മുടെ ഈ കേരളത്തിലെ പോലെയല്ല, മറിച്ച് നല്ല വൃത്തിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ. അത്തറും ഇങ്ങനെ ഇടക്കിടക്ക് അത്തറടിക്കുന്ന അത്തറ് കൊണ്ട് നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാൻ പറ്റി. അതുപോലെ കാറുകളൊക്കെ, കാറുകൾ, ചെറിയ ചെറിയ ഷോപ്പായിരിക്കും, പക്ഷെ കാറുകളൊക്കെ വലിയ, നമ്മുടെ ഇവിടെയൊക്കെ വലിയ ഷോപ്പിലാണ്, അന്ന് വലിയ ബിൽഡിങ്ങുകളിലാണ് വലിയ കാറുകളുടെ ഇതൊക്കെ ഉണ്ടാകും. ഇത് ചെറിയ ഷോപ്പിൽ വരെ ചെറിയ കാറുകൾ കാണാൻ പറ്റി. അങ്ങനെ ഒരു നല്ലൊരു വൈബായിരുന്നു ഇതിൽ. ഖത്തറിൻ്റെ മൊത്തത്തിൽ